ഹായ് ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ സുഖമായിട്ടിരിക്കുക, സേഫായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ഞാൻ ഇന്നൊരു കുഞ്ഞു സ്റ്റോറിയാണ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ എൻ്റെ സ്റ്റോറീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇപ്പോൾ നമ്മൾ ഒരാൾക്ക് ചെയ്യുന്ന ഉപകാരത്തിലൂടെ, സഹായങ്ങളിലൂടെ നമുക്ക് ദൈവത്തിൻ്റെ നല്ലൊരു സ്നേഹിതനാകാൻ സാധിക്കുമല്ലേ. ഇപ്പം ഒരു പ്രതിസന്ധി ഘട്ടം വന്നു, നമ്മൾക്കൊരു പ്രയാസം വന്നു, കഷ്ടപ്പെടുന്ന സമയത്ത് ഒരാളുടെ രൂപത്തിൽ നമ്മളെ സഹായിക്കാനായിട്ട് ആരെങ്കിലുമൊക്കെ വരുമ്പോൾ നമ്മൾ പറയാറുണ്ട്, ദൈവമാണ് ഇദ്ദേഹത്തെ ഇപ്പോൾ ഇങ്ങോട്ട് പറഞ്ഞയച്ചത് എന്ന്, അല്ലേ. അതുപോലെ ഒരു കുഞ്ഞു ബാലൻ്റെ സ്റ്റോറിയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ ഫുള്ളായിട്ട് എൻ്റെ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റോറിയിലോട്ട് പോകാം. ഒരു സ്ഥലത്ത് ഒരു കുഞ്ഞു ബാലൻ റോഡിലൂടെ നടന്നുകൊണ്ട് പഴങ്ങൾ വിറ്റ് ജീവിക്കുകയായിരുന്നു. ചൂടിൻ്റെ താപം കൊണ്ട് അവന് കാലെല്ലാം വിണ്ട് നീറി ആകെ പൊള്ളി മുറിവേറ്റ് കഴിഞ്ഞു. വളരെയധികം വേദന സഹിച്ചുകൊണ്ടായിരുന്നു ആ കുഞ്ഞു ബാലൻ പഴങ്ങൾ വിറ്റുകൊണ്ടിരുന്നത്. അങ്ങനെ അവൻ വൈകുന്നേരം വീട്ടിലേക്ക് പോകുമ്പോഴെല്ലാം ദൈവത്തിനോട് പ്രാർത്ഥിച്ചിരുന്നു, ദൈവമേ, നാളെ എനിക്ക് കൂടുതൽ പഴങ്ങൾ വിൽക്കാനായിട്ട് സാധിക്കണം. കാരണം ഒരു ഷൂ മേടിക്കാനുള്ള പൈസ പോലും അവൻ്റെ കയ്യിൽ തികയിലായിരുന്നു. അങ്ങനെ അവൻ ഒരു ദിവസം പഴങ്ങൾ വിൽക്കാനായിട്ട് റോട്ടിലേക്ക് ഇറങ്ങിയപ്പോൾ ഒരു നല്ല മനുഷ്യൻ അവൻ്റെ കാലിലെ മുറിവ് കാണാൻ ഇടയായി. അങ്ങനെ അദ്ദേഹത്തിന് വളരെയധികം സഹതാപം തോന്നി. അടുത്തുള്ള ഒരു ഷോപ്പിലേക്ക് കയറി അവനൊരു ഷൂ മേടിച്ച് അവന് സമ്മാനിച്ചു. എന്നിട്ട് അവൻ്റെ കയ്യിൽ കൊടുത്തുകൊണ്ട്, മോനെ, നീ ഇത് ധരിച്ചോ, കാലിലെ ചൂടൊക്കെ മാറിക്കോളൂ എന്ന് പറഞ്ഞു. വളരെയധികം സന്തോഷത്തോടു കൂടി അവനത് വാങ്ങിച്ച് കാലിൽ ധരിച്ചു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കൈ പെട്ടിച്ചുകൊണ്ട് സ്നേഹത്തോടു കൂടി ചോദിച്ചു, നിങ്ങൾ ദൈവമാണോ എന്ന്. അദ്ദേഹം ഭയന്നുകൊണ്ട് മറുപടി പറഞ്ഞു, മോനെ, ഞാൻ ഒരിക്കലും ദൈവമല്ല. മോൻ്റെ കാല് മുറിവ് കണ്ട് വിഷമം തോന്നി ഞാൻ മേടിച്ച് തന്നതാണ്. അപ്പോൾ നിങ്ങൾ ദൈവം അല്ല എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ സ്നേഹിതനാണ്. കാരണം ഞാൻ ഇന്നലെ ആയിരുന്നു ദൈവത്തിനോട് പറഞ്ഞത്, ദൈവമേ, എനിക്ക് എങ്ങനെയെങ്കിലും ഒരു ഷൂ തരണമേ എന്ന്. അപ്പോഴേക്കും ഇന്നിതാ നിങ്ങൾ ഷൂവുമായിട്ട് എൻ്റെ അരികിലേക്ക് വന്നു. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ സ്നേഹിതനാണ്. അദ്ദേഹം ചിരിച്ചുകൊണ്ട് വീട്ടിലേക്ക് മടങ്ങി. വീട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്നും ഒരിറ്റി കണ്ണുനീർ താഴേക്ക് വീണു. എന്നിട്ട് അദ്ദേഹം ചിന്തിച്ചു, ദൈവത്തിൻ്റെ സ്നേഹിതനാകാൻ അത്രയ്ക്ക് പ്രയാസങ്ങളൊന്നുമില്ല. കൂട്ടുകാരെ, എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്, മറ്റൊരാളുടെ വിഷമങ്ങളിൽ, മറ്റൊരാളുടെ പ്രയാസങ്ങളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമോ അത് നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്തു കൊടുക്കുക. ഒരു നേരത്തെ ഭക്ഷണമായിരിക്കാം, അല്ലെങ്കിൽ ഒരു വസ്ത്രമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഇതുപോലൊരു കുഞ്ഞു ചെരുപ്പായിരിക്കാം. അല്ലെങ്കിൽ ഇതിനൊന്നും നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ മറ്റൊരാൾക്ക് കൊടുക്കാൻ സാധിക്കുന്ന ഏറ്റവും വിലപ്പെട്ട സമ്മാനം എന്ന് പറഞ്ഞത് നിറഞ്ഞ മനസ്സോടുകൂടിയുള്ള നിങ്ങളൊരു പുഞ്ചിരിയാണ്. കാരണം നിങ്ങൾക്ക് അവിടെ നഷ്ടപ്പെടുന്നത് ഒരു ചിരി മാത്രമായിരിക്കും. പക്ഷെ ആരുമില്ലാത്തൊരു കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കി നിങ്ങൾ ചിരിച്ചാൽ ആ കുഞ്ഞിന് അന്നത്തെ ദിവസം മുഴുവൻ സന്തോഷമായിരിക്കും. ഒരു വ്യക്തി തന്നെ നോക്കി ചിരിക്കുമ്പോൾ, അല്ലെങ്കിൽ തന്നോടൊന്ന് സ്നേഹത്തോടെ തലോടുമ്പോൾ, തന്നോട് സ്നേഹത്തോടൊരു വാക്ക് മിണ്ടുമ്പോൾ, അതൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് മക്കൾ അല്ലെങ്കിൽ ഒരുപാട് മനുഷ്യരുണ്ടല്ലേ നമുക്ക് ചുറ്റിലും. സ്നേഹത്തോടൊരു തലോടലിന് വേണ്ടി, അല്ലെങ്കിൽ സ്നേഹത്തോട് ഒരു പുഞ്ചിരിക്ക് വേണ്ടി, ഒരു ചേർത്ത് പിടിക്കലിന് വേണ്ടി, സ്വത്തിനേക്കാൾ സമ്പത്തിനേക്കാൾ മൂല്യം അതിനുണ്ട്. നമ്മുടെ സ്നേഹത്തോട് ഒരു തലോടൽ, അതൊക്കെ ആഗ്രഹിക്കുന്ന ഒത്തിരി പേര് നമുക്ക് ചുറ്റിലുണ്ട്. അനാഥത്വം അനുഭവിക്കുന്ന ഒത്തിരി പേരല്ലേ. അവരുടെ മുഖത്ത് നോക്കി നിറഞ്ഞ മനസ്സാലെ നിങ്ങൾക്കൊന്ന് ചിരിക്കാനെങ്കിലും സാധിക്കുന്നുണ്ടെങ്കിൽ അതിലുപരി നല്ലൊരു ദാനം വേറെ ഇല്ല. കാരണം നഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് ഒരു പുഞ്ചിരി മാത്രമായിരിക്കും. പക്ഷേ ആ വ്യക്തിക്ക് കിട്ടുന്നതോ അന്നത്തെ ദിവസം ഹാപ്പിനെസ് ആയിരിക്കും. തന്നെ നോക്കി ഒരു വ്യക്തി ചിരിച്ചു എന്നുള്ള സന്തോഷമായിരിക്കും, സമാധാനമായിരിക്കും, ആശ്വാസമായിരിക്കും, അല്ലേ. കാരണം ചേർത്ത് പിടിക്കലിന് നമ്മൾ നിറഞ്ഞ മനസ്സാലെ കൊടുക്കുന്ന ഒരു പുഞ്ചിരിക്ക് പോലും അത്രമാത്രം മൂല്യമുണ്ട്. നിങ്ങൾക്ക് മറ്റൊന്നിനും സാധിക്കില്ല എങ്കിൽ ഇതിനെങ്കിലും നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ കുഞ്ഞു സ്റ്റോറി അവസാനിപ്പിക്കുന്നു.
അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ എൻ്റെ സ്റ്റോറി ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോസായിട്ട് കാണുന്നവരെ ബൈ, ടേക്ക് കെയർ.